ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ആത്മജ്യോതിയിലേക്ക് സ്വാഗതം. നമ്മൾ ശ്രീമദ് മഹാഭാഗവതത്തിലെ ഭഗവാന്റെ ചരിതങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ദ്വിതീയ സ്കന്ധത്തിൽ 8ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ. അതിൽ പരീക്ഷിത് മഹാരാജാവ് സംശയ നിവാരണം നടത്തുകയാണ് ശുഗമഹർഷിയോട്. നമ്മൾ 7ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ അവതാരങ്ങളെപ്പറ്റി പറഞ്ഞു. ഭഗവാനെ പറ്റിയിട്ട് ഭഗവാന്റെ ഭക്തിയുള്ളവർ, ഭഗവത് ഭക്തരായവർ അവരിനെ എന്തെല്ലാം തന്നെ പാപകർമ്മങ്ങൾ ചെയ്താലും, സ്ത്രീകളായാലും ശൂദ്രരായാലും പക്ഷിമൃഗാദികളോ ഹൂണരോ കിരാതന്മാരോ ഒക്കെ ആണെങ്കിലും അവർ ഭഗവാന്റെ മായയെ അറിയുവാൻ ശക്തരാകുകയും അതിനെ തരണം ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാനെ നിരന്തരം ഉപാസിക്കുന്നവർ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞിരിക്കുന്നു. സർവ്വ ജഗത്തും യാതൊരാളിൽ നിന്നാണോ ഉദ്ഭവിച്ചത്, അങ്ങനെയുള്ള ഭഗവാൻ തന്നെയാണ് എല്ലാ ശ്രേയസ്സിനും കാരണമായിരിക്കുന്നത് എന്നും പറഞ്ഞു. ഈ ശരീരം, പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ച ശരീരം നശിച്ചാലും ആകാശം നശിക്കാത്തതുപോലെ ഭഗവാൻ മാത്രം നിത്യമായി നിൽക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് ആ അധ്യായം സമർപ്പിക്കുകയാണ്. ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നവർ മായാമോഹിതരായി തീരില്ല പറഞ്ഞ് 7ാമത്തെ അധ്യായം സമാപിച്ചു. ഇനി 8ാമത്തെ അധ്യായത്തിൽ പരീക്ഷത്തിൻ്റെ സംശയ നിവാരണം. ഇതിൽ പരീക്ഷിത് എന്നുള്ള വാക്ക് നമ്മൾ കേട്ടതാണ്. അപ്പോൾ നമ്മൾ വേറൊരിക്കൽ പറയാമെന്ന് പറഞ്ഞ് വിശദമാക്കാം എന്ന് പറഞ്ഞത് മാറ്റിയതാണ്. പരീക്ഷിത എന്ന് എടുക്കാം നമുക്കാദ്യം. അപ്പോൾ പരിശോധന നടത്തിയവൻ, പരിതഹ ഈക്ഷിത് ഇതൈഹി എന്നും പറയാറുണ്ട്. പരി എന്ന് പറഞ്ഞാൽ ചുറ്റും എന്നർത്ഥം. ആ അർത്ഥം വരുന്ന ഉപസർഗമാണ് പരി. ക്ഷീ പരീക്ഷായാം, അതായത് പരിശോധിക്കുക അല്ലെങ്കിൽ പരീക്ഷിക്കുക. ത് എന്നുള്ള പ്രത്യേകം കൂടെ ചേരുന്നുണ്ട്. അപ്പോൾ പരിശോധന നടത്തിയവൻ, ചുറ്റും ശ്രദ്ധയോടെ പരിശോധിച്ചവൻ എന്നുള്ള അർത്ഥമാണ് പരീക്ഷിത് എന്നുള്ളത്. അപ്പോൾ പരീക്ഷിത് മഹാരാജാവ് കുറച്ച് സംശയങ്ങൾ ചോദിക്കുകയാണ് ശുഗബ്രഹ്മർഷിയോട്. രാജോവാച ബ്രഹ്മണാ ചോദിതോ ബ്രഹ്മൻ ഗുണാഖ്യാനേ ഗുണസ്യ ച യസ്മൈ യസ്മൈ യഥാ പ്രാഹ നാരദോ ദേവദർശന. മഹാമുനെ, ഈ നിർഗുണനായ നാരായണൻ്റെ ഗുണഗണങ്ങൾ ദേവർഷിയായിട്ടുള്ള നാരദൻ ആരോടൊക്കെ വർണ്ണിച്ചു, ആർക്കൊക്കെ പറഞ്ഞു കൊടുത്തു, ഈ സത്യം അറിയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഭഗവത് ചരിത്രം കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർവ്വമംഗളത്തെയും പ്രദാനം ചെയ്യുകയാണ്. എന്ത് കേട്ടാലാണ് എല്ലാ സംഘങ്ങളും ആസക്തികളും വെടിഞ്ഞ് ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ച് ദേഹം വെടിയാൻ കഴിയുക? അപ്രകാരമുള്ള ഭഗവാന്റെ കൃഷ്ണൻ്റെ ചരിതം പറഞ്ഞു തരണമേ. അപ്പം ഭഗവത് ചരിതങ്ങൾ ശ്രദ്ധയോടുകൂടി ശ്രവിക്കുന്നവരുടെയും കീർത്തിക്കുന്നവരുടെയും ഹൃദയത്തിൽ ആരുവരും ഭഗവാൻ താമസമെന്നേ പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതെങ്ങനെയാണ്? പ്രവിഷ്ടകർണരന്ധ്രേണ സ്വാനാം ഭാവസരോരുഹം ധുനോദിശമലം കൃഷ്ണ സലിലസ്യ യഥാശരത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ഭക്തന്മാരുടെ ചെവിയിലൂടെ, കർണരന്ധ്രത്തിലൂടെ ആ ഹൃദയത്തിൽ പ്രവേശിച്ചിട്ട്, ഹൃദയമാകുന്ന താമരയിൽ പ്രവേശിച്ചിട്ട് ശരത്കാലത്തിൽ ആ മാലിന്യത്തെ ഇല്ലാതാക്കുന്നത് പോലെ, ശരത്കാലം ജലത്തിലെ മാലിന്യത്തെ ഇല്ലാതാക്കി കളയുന്നത് പോലെ മനസ്സിലെ മാലിന്യത്തെ ഇല്ലാതാക്കി കളയും. ഇനി ദേശാടനം, തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് വന്നവൻ സ്വഗൃഹത്തെ എന്ന പോലെ ആ പരിശുദ്ധമായ, അങ്ങനത്തെ പരിശുദ്ധമായ മനസ്സോട്, ചിത്തത്തോടും ആ ക്ലേശത്തിൽ നിന്നൊക്കെ മുക്തിയും കിട്ടിയവൻ കൃഷ്ണപാദ കമലങ്ങളെ വിട്ടു പിരിയില്ല പിന്നീട് ഒരിക്കലും എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ധൗതാത്മാ പുരുഷ കൃഷ്ണ പാദമൂലം ന മുഞ്ചതി മുക്ത സർവ പരിക്ലേശ പാന്ധസ്വശരണം യഥാ എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെയോ സത്യത്തിൽ വീണ്ടും ചോദിക്കുകയാണ്, പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുകയാണ്, പഞ്ചഭൂതങ്ങളുമായി സ്വാഭാവികമായിട്ട് യാതൊരു ബന്ധമില്ലാതിരിക്കുന്നതാണ് ജീവാത്മാവ്. പിന്നെ എങ്ങനെയാണ് പഞ്ചഭൂതാത്മകമായ ദേഹം സ്വീകരിക്കുന്നത്? അത് വെറും യാദൃച്ഛികമായിട്ടാണോ അതോ ജീവൻ്റെ കർമ്മഫലമായാണോ എന്ന് അവിടുന്ന് പറഞ്ഞു തന്നാലും എന്ന് ചോദിച്ചിരിക്കുന്നു. യഥാതുമതോ ബ്രഹ്മൻ ദേഹാരംഭോ അസ്യ ദഹാതുപി യദൃച്ഛയാ ഹേതുനാ വാ ഭവന്തോ ജാനതേ യഥാ. ഇനി വീണ്ടും ചോദിക്കുകയാണ്, ഈ 3 ലോകങ്ങൾക്കും കാരണമായിട്ട് ആരൊരാളുടെ നാഭിയിൽ നിന്നാണോ പത്മം ഉദ്ഭവിച്ചത്, ആരുടെ നാഭിയിൽ നിന്നായിരുന്നു? ഭഗവാന്റെ. ആ ഭഗവാനും ജീവനും തമ്മിൽ വ്യത്യസ്തതയുണ്ടോ, ഭിന്നതയുണ്ടോ?
ആ ഭഗവാന്റെ നാഭി, അതുകൊണ്ട് ഭഗവാന്റെ നാഭിയിൽ നിന്ന് പത്മം ഉണ്ടായതുകൊണ്ടാണ് ഭഗവാൻ പത്മനാഭനായിരിക്കുന്നത്. കമലം എന്ന് പറഞ്ഞാൽ താമര, പത്മം. ഇനി ഭഗവാന്റെ നാഭി കമലത്തിൽ നിന്നും താമരയിൽ നിന്നുണ്ടായവനും സകല ചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നവനുമായ ബ്രഹ്മാവ് എങ്ങനെയാണ് ഭഗവത് രൂപത്തെ ദർശിച്ചത് എന്ന് ചോദിച്ചിരിക്കുന്നു. പത്മോദ്ഭവനാണ് ബ്രഹ്മാവെന്ന് പറയുന്നത്. അടുത്തതായി ചോദിക്കുകയാണ്, വിശ്വത്തിൻ്റെ, ജഗത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, ലയം 3 അവസ്ഥകളും ഉണ്ടല്ലേ. സൃഷ്ടി ഉണ്ടാവുന്നു ബ്രഹ്മാവിനാൽ രജോഗുണപ്രധാനിയായ, സ്ഥിതി പാലനം വിഷ്ണു ഭഗവാനാൽ നടക്കുന്നു സത്വഗുണപ്രധാനമായിട്ട്, ലയം ശിവഭഗവാനാൽ തമോ ഗുണപ്രധാനമായിട്ട് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിനും കാരണമായിരിക്കുന്നവനും സർവ്വജീവികളുടെയും ഹൃദയമാകുന്ന ഗുഹയിൽ അധിവസിക്കുന്നവനും മായയുടെ ഈശനുമായ ഭഗവാൻ മായ വെടിഞ്ഞാൽ എവിടെ വസിക്കുന്നു എന്ന് ചോദിച്ചിരിക്കുന്നു. സജാപി എത്ര പുരുഷോ വിശ്വസ്ഥിതി ഉദ്ഭവാപ്യേയ മുക്ത്വാത്മമായാം മായേശ ചേതേ സർവഗുഹാശയ. വീണ്ടും ചോദിക്കുകയാണ്, ലോകപാലകന്മാരുണ്ടല്ലേ വിവിധ ലോകങ്ങൾക്ക്. ആ ലോകങ്ങൾ വിരാട് പുരുഷൻ്റെ അവയവങ്ങളാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ലോകപാലകന്മാരോട് കൂടിയ ലോകങ്ങളാൽ വിരാട് പുരുഷൻ്റെ അവയവങ്ങൾ കൽപ്പിച്ചതാണെന്നും പറഞ്ഞു. ഇതിലേതാണ് ശരി എന്നാണ് അങ്ങ് എൻ്റെ സംശയം. അങ്ങെനിക്ക് ഒന്ന് പറഞ്ഞു തരണമേ. പിന്നെയും ചോദിക്കുകയാണ്, കൽപ്പം, വികൽപ്പം, ഭൂതം, ഭാവി, വർത്തമാനം, ആയുഷ്കാലം ഇതൊക്കെ എങ്ങനെയാണ് കണക്കാക്കുന്നത്? കാലത്തിൻ്റെ ഗതി നമ്മൾ ലഘുവായിട്ടും പറഞ്ഞു, ബൃഹത്തായിട്ടും പറയുന്നു. അതെങ്ങനെ കണക്കാക്കും? അതുപോലെ കർമ്മഗതി എപ്രകാരമുള്ളതാണ്? സത്വാദി ഗുണങ്ങൾ എങ്ങനെയാണ് ഒരാളുടെ കർമ്മഗതിയെ സ്വാധീനിക്കുന്നത് എന്ന് ചോദിച്ചിരിക്കുന്നു. വീണ്ടും ചോദിക്കുകയാണ്, ഭൂമി, ആകാശം, പാതാളം, ദിക്കുകൾ, ഗ്രഹങ്ങൾ, പർവ്വതങ്ങൾ, നക്ഷത്രങ്ങൾ, നദികൾ, സമുദ്രങ്ങൾ, ദ്വീപുകൾ, സമുദ്രങ്ങളിലെ ജീവജാലങ്ങൾ മുതലായവയുടെ ഉത്പത്തി, എല്ലായിടത്തെയും ജീവജാലങ്ങൾ മുതലായവയുടെ ഉത്പത്തി എപ്രകാരമാണ്? ഇനി ബ്രഹ്മാണ്ടത്തിൻ്റെ അകത്തും പുറത്തും എന്തെല്ലാം സ്ഥിതി ചെയ്യുന്നു? വർണ്ണാശ്രമ വിധികൾ പറഞ്ഞു തരണമേ. പുണ്യാത്മാക്കളുടെ ചരിത്രം പറഞ്ഞു തരണമേ. ആശ്ചര്യം നിറഞ്ഞ ശ്രീഹരിയുടെ അവതാര ചരിതങ്ങൾ, യുഗങ്ങളുടെ സംഖ്യകൾ, യുഗധർമ്മങ്ങൾ, മനുഷ്യരുടെ സാമാന്യധർമ്മം, വിശേഷധർമ്മം, വ്യാപാരികൾ, രാജർഷികൾ, കഷ്ടത അനുഭവിക്കുന്നവർ മുതലായവയുടെ ധർമ്മവും എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞിരിക്കുന്നു. വീണ്ടും ചോദിക്കുകയാണ് പരീക്ഷിത് മഹാരാജാവ്, തത്വസംഖ്യ, തത്വലക്ഷണം, യോഗവിധി, ഈശ്വര പൂജാവിധി, യോഗേശ്വരന്മാർക്കുണ്ടാകുന്ന ആ ഒരു ഐശ്വര്യ സിദ്ധി, അവരുടെ ഗതി, ലിംഗശരീരഭംഗം എപ്പോഴാണ്? ലിംഗശരീരം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ശരീരം, ലിംഗം എന്ന് പറഞ്ഞാൽ അടയാളപ്പെടുത്തിയത്. വേദാംഗ ഇതിഹാസ പുരാണ ധർമ്മശാസ്ത്രങ്ങൾ ഇവയെ പറ്റിയിട്ടൊന്ന് വേദത്തെയും വേദാംഗങ്ങളെയും 6 വേദാംഗങ്ങളുണ്ട്. ശിക്ഷ, കൽപ്പം, നിരുക്തം, ഛന്ദസ്, വ്യാകരണം, അങ്ങനെ മുതലായവയുടെ സ്വഭാവം. നമുക്കത് വിശദമായിട്ട് പറയേണ്ട സമയം വരുമ്പോൾ 6 അംഗങ്ങളെപ്പറ്റി, വേദാംഗങ്ങളെപ്പറ്റി പറയാം. സർവചരാചരങ്ങളുടെയും സൃഷ്ടിസ്ഥിതി ലയം, സ്മാർത്ഥധർമ്മം, സ്മാർത്ഥകർമ്മം, വൈദിക കർമ്മം, ധർമ്മ അർത്ഥ കാമങ്ങളുടെ വിധി എങ്ങനെയാണ്, വേദനിഷേധികളുടെ ഉത്പത്തി, ആ പ്രാരബ്ധ സ്വഭാവം, ജീവിയുടെ ബന്ധം എങ്ങനെയാണ്, മോക്ഷം എങ്ങനെയാണ്, സ്വസ്വരൂപ വ്യവസ്ഥ, ഭഗവാന്റെ മായാലീലകളുടെ സ്വഭാവം, മായയെ വെടിഞ്ഞ് അദ്ദേഹം കേവല സാക്ഷിയായിട്ട് മാത്രം വർത്തിക്കുന്നത് മുതലായവയെല്ലാം അവിടുത്തെ ശരണം പ്രാപിച്ചിരിക്കുന്ന എനിക്ക് ഉപദേശിച്ച് തരണമേ എന്ന് പരീക്ഷിത് മഹാരാജാവ് ശ്രീശുക ബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇനി അടുത്ത ചോദിക്കുകയാണ്, സകല ചരാചര സൃഷ്ടാവും, ചരങ്ങളുടെയും അചരങ്ങളുടെയും സൃഷ്ടാവും സ്വയം ജാതരുമായ ബ്രഹ്മാവിനെ പോലെ അവിടുന്നും സർവജ്ഞനാണ്. മറ്റുള്ളവരെല്ലാം പൂർവജരായവരെ അനുകരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഭഗവാന്റെ പുണ്യം നിറഞ്ഞ കഥാമൃതം പാനം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ആ ബ്രാഹ്മണ ശാപം കൊണ്ടോ നിരാഹാരവ്രതം കൊണ്ടോ യാതൊരു ആപത്തും വരികയില്ല എന്ന് രാജാവ് പറഞ്ഞു. അപ്പോൾ സൂതൻ പറയുകയാണ്, പരീക്ഷിത് മഹാരാജാവ് ഇപ്രകാരം ഭഗവാന്റെ ചരിത്രം പറയാനായിട്ട് അപേക്ഷിച്ചപ്പോൾ ബ്രഹ്മർഷിയായ ശ്രീശുകൻ അത്യധികം സന്തുഷ്ടനായി. കൽപ്പത്തിൻ്റെ ആരംഭ സമയത്ത് വിഷ്ണു ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിച്ചതും ആ വേദ നിറയുന്നതുമായ ഭാഗവതം ആരാർക്കുപദേശിച്ചു? ശ്രീശുകൻ പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുത്തു. ഇപ്പം രാജവംശത്തിലെ ശ്രേഷ്ഠനായ പരീക്ഷിത് ചോദിച്ചതിനല്ല അദ്ദേഹം ക്രമമായി മറുപടി പറയാൻ തുടങ്ങിയെന്ന് പറഞ്ഞ് ഈ അധ്യായം സമർപ്പിക്കുന്നു. ഇനി 8ാമത്തെ അധ്യായം കഴിഞ്ഞപ്പോൾ 9ാമത്തെ അധ്യായം, 9ാം അധ്യായം ചതുശ്ലോകി ഭാഗവതമാണ്. ബ്രഹ്മാവ് ഭഗവാനെ ദർശിക്കുന്നതുമാണ് അതിൽ പറയുന്നത്.
അപ്പോൾ അതിന് ശ്രീശുക ബ്രഹ്മർഷി മറുപടി പറഞ്ഞു തുടങ്ങിയാണ്. ശ്രീശുക ഉവാച ആത്മമായാമൃതേ രാജൻ പരസ്യാനുഭവാത്മന ന ഘടേദാർത്ഥ സംബന്ധ സ്വപ്നദ്രഷ്ടുരിവാഞ്ചസ. അല്ലയോ രാജാക്കന്മാരിൽ ശ്രേഷ്ഠനായവനെ നൃപോത്തമ, അപ്പം സ്വപ്നം കാണുന്നവനെ പോലെ അല്ലാതെ കേവലം സാക്ഷിയായിട്ട് നിൽക്കുന്ന മാത്രമായ ജീവൻ ശരിക്കും സാക്ഷി മാത്രമാണ്. അതിന് മായ കൊണ്ടല്ലാതെ ശരീരബന്ധം ഉണ്ടാകുന്നില്ല. അപ്പം ഈ മായാഗുണങ്ങളിൽ രമിച്ചുകൊണ്ടിരിക്കാനാണ് ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവങ്ങളും ഈ നാനാത്വം, വ്യത്യസ്ത നാമരൂപങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നത്. കാലത്തിനും മായയ്ക്കും ഉപരിയാണ് ആര്? ഭഗവാൻ വർത്തിക്കുന്നത്. ആ ഭഗവാനിൽ എപ്പോഴാണോ മനസ്സുറപ്പിച്ചു നിന്ന് നമുക്ക് ഭക്തി ഉണ്ടാകുന്നത്, നമ്മൾ നാരദ ഭക്തി സൂത്രത്തിൽ കാണുന്നുണ്ട്, സ്വസ്വരൂപ അനുസന്ധാനമാണ് ഭക്തി എന്ന് പറയുന്നത്. അവിടെ ഒരു ഉയർന്ന തലമാണ് ഭക്തിയുടെ. അപ്പോൾ ജീവൻ മായാമുക്തനായി തീരുകയും ഞാനെന്നും എൻ്റേതെന്നുമുള്ള അഹം മമ നശിച്ചു പോകുന്നു, ഉള്ള മോഹം നശിക്കുകയും ചെയ്യുന്നു. ഞാനുണ്ടാകുമ്പോഴാണ് എൻ്റെ ഉണ്ടാകുന്നത്. ആത്മതത്വവിശുദ്ധ്യർത്ഥം യഥാഹ ഭഗവാൻ ഹൃദം ബ്രഹ്മണേ ദർശയൻ രൂപം അവ്യളീകവ്രതാദൃത. പണ്ട് ബ്രഹ്മാവ് ആ നിർവ്യാജമായ യാതൊരു കള്ളത്തരവും ഇല്ലാത്ത ഭക്തിയോടുകൂടി ഭഗവാനെ ഉപാസിച്ചു. അതിൽ ആര് സന്തുഷ്ടനായി? ഭഗവാൻ സന്തുഷ്ടനായി തൻ്റെ ചിദ്രൂപത്തെ കാണിച്ചു കൊടുക്കുകയും ബ്രഹ്മാവിന് ആത്മജ്ഞാനം നൽകുകയും ചെയ്തു. ഇനി 5-ാമത്തെ ശ്ലോകം പറയുന്നു. സ ആദിദേവോ ജഗതാം പരോ ഗുരു സ്വധിഷ്ണ്യമാസ്ഥായ സിസക്ഷയൈക്ഷത. അപ്പം പണ്ട് ബ്രഹ്മാവ് സ്വസ്ഥാനത്തിരുന്നിട്ട് ആ പ്രപഞ്ച സൃഷ്ടി നടത്തുവാനായിട്ട് ശ്രമിച്ചു നോക്കി. പക്ഷെ അതിനുള്ള ജ്ഞാനം അദ്ദേഹത്തിനുണ്ടായോ? ഉണ്ടായില്ല. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം എന്താണ്? പ്രളയജലത്തിൽ നിന്നും ബ്രഹ്മാവ് 2 അക്ഷരം മുഴങ്ങിക്കേട്ടു എന്നാണ് പറയുന്നത്. അത് ഇവിടെ പറയുന്ന പോലെ സ്പർശാക്ഷരങ്ങളിൽ 16-ാമത്തേതായ തായും 21-ാമത്തേതായ പായും കൂടി ചേർന്ന തപ എന്നായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള തപസ് ചെയ്യാനായിട്ടാണ് ബ്രഹ്മാവിനോട് അവിടെ നിന്നും ബ്രഹ്മാവ് ശരീരി കേട്ടത്. സ്പർശേഷു യത് ഷോഡശമേകവിംശം നിഷ്കിഞ്ചനാനാം നൃപയദ്ധനം വിദു എന്ന അവസാനം അത് പറഞ്ഞിരിക്കുന്നു. ഇത് ആരായിരിക്കും പറഞ്ഞത് എന്നറിയാനായിക്കൊണ്ട് അദ്ദേഹം ബ്രഹ്മാവ് ഒരുപാട് അന്വേഷിച്ചു. ഒരു ഫലവും കണ്ടില്ല. താൻ ആ സ്ഥാനത്ത് തന്നെ ഇരുന്ന് തപസ് ചെയ്യാനാണ് ഇത് പറഞ്ഞ ആൾ, വക്താവ് നിർദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം കരുതി. അങ്ങനെ ബ്രഹ്മാവ് തപസ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം 1000 ദിവ്യവർഷം ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിച്ച് അതികഠിനമായ തപസ്സാണ് അനുഷ്ഠിച്ചത്. നമുക്ക് കുറച്ച് സെക്കൻഡുകളിലേക്ക് തന്നെ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല, മനസ്സ് അടങ്ങില്ല. ഇതിൽ സന്തുഷ്ടനായ ഭഗവാൻ അദ്ദേഹത്തിന് ആത്മജ്ഞനായ ദേവന്മാരാൽ സ്തുതിക്കപ്പെടുന്നതും ആ ക്ലേശം, വളരെ കഷ്ടതകൾ, ഭയം, മോഹം ഇവയൊന്നും അടുക്കാത്തതുമായ സർവ്വതിനുപരിയായി വർത്തിക്കുന്നതുമായ സ്വന്തം ലോകത്തെ, സ്വലോകത്തെ, വൈകുണ്ഠത്തെ കാണിച്ചു കൊടുത്തു. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ കുണ്ഠകതകൾ ഇല്ലാത്ത ഇടം, യാതൊരു വിധത്തിലുള്ള രജസ്തമസ്സുകളോ അല്ലെങ്കിൽ സത്വം പോലുമോ ഇല്ലാത്ത സ്ഥലമാണ് അവിടെ, എപ്പോഴും സ്വസ്ഥമായി ഇരിക്കുന്ന ഇടം. ഇനി പ്രവർത്തതേ യത്ര രജസ്തമസ്തയോ സത്വം ച മിശ്രം ന ച കാലവിക്രമ ന യത്ര മായാക്കിമുതാ പരേ ഹരേരനുവ്രത യത്ര സുരാസുരാർച്ചിത. അവിടെ മായയില്ല. അപ്പം മായ തമോ ഗുണപ്രധാനിയാണ്. ആവരണവും വിക്ഷേപവും കാണിച്ചു കളയും. ഭഗവാന്റെ ശക്തി തന്നെയാണത്. ഭഗവാനോടൊപ്പം തന്നെ അത് കാണപ്പെടുന്നുണ്ട്. അപ്പം മായയുടെയാണ് ത്രിഗുണങ്ങൾ. അതോ കാലമോ തൊടാത്തതും സ്പർശിക്കാത്തതും ദേവന്മാരാലും അസുരന്മാരാലും പൂജിക്കപ്പെടുന്നതുമായ ആ ദിവ്യലോകത്ത് വിഷ്ണുവിൻ്റെ പാർഷദന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നു. ഇനി അവരുടെ രൂപവർണ്ണനയാണ്. എങ്ങനെയാണ്? ശ്യാമവർണ്ണം, താമര ഇതൾ പോലെയുള്ള നീണ്ട കണ്ണുകൾ, പീത അമ്പരങ്ങൾ, മഞ്ഞവസ്ത്രധാരികൾ, അതീവ ശോഭയോടെയും സൗന്ദര്യത്തോടെയും, ചതുർബാഹുക്കൾ, 4 കൈകളുണ്ട്, തിളങ്ങുന്ന കുണ്ടലം, കിരീടം, ഹാരം മുതലായവ അണിഞ്ഞവരുമായിരുന്നു അവർ. സ്ത്രീരത്നങ്ങളുടെ കാന്തിയാലും മഹാത്മാക്കളുടെ പറന്നു കളിക്കുന്ന വിമാനങ്ങളുടെ കൂട്ടങ്ങൾ, സമൂഹങ്ങളാലും ആ മിന്നൽ പിണരുകളൊക്കെ ഉണ്ടായി. ആ മിന്നൽ പിണരോടുകൂടിയ ആകാശം എന്ന പോലെ ഉണ്ടായാലുള്ള ആകാശം എന്ന പോലെ ആ ദിവ്യലോകം ശോഭിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ആരാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളെ സേവിച്ചുകൊണ്ട് കഴിയുന്നത്? സാക്ഷാൽ ലക്ഷ്മി ദേവി. അപ്പം അവർ
ആ കാമദേവൻ്റെ കൂട്ടുകാരായ വണ്ടുകൾ പൊഴിക്കുന്ന പാട്ടുകൾ, ഗാനങ്ങളെയൊന്നും വകവയ്ക്കാതെ ആ ഭഗവാന്റെ ദിവ്യലീലകളെ ആര് പാടിപ്പുകഴ്ത്തുന്നു? സാക്ഷാൽ ശ്രീലക്ഷ്മി ദേവി പാടിപ്പുകഴ്ത്തുന്നു. അപ്പം വൈകുണ്ഠത്തെ ദർശിച്ച ബ്രഹ്മാവ് അവിടെ ലോകേശൻ, എല്ലാ ലോകങ്ങളുടെയും ഈശനാണല്ലേ, ഈശ് ധാതു, ഭക്തവത്സലനാണ്, യജ്ഞപതിയാണ്. പിന്നെ പാർഷദന്മാരാരൊക്കെയാണ്? സുനന്ദൻ, നന്ദൻ, പ്രബലൻ, അർഹണൻ മുതലായ പാർഷദന്മാരാൽ സദാസേവിതനും ഭക്ത അനുഗ്രഹ കാതരനും. അപ്പം നേത്രങ്ങൾക്ക് നമുക്ക് വളരെയേറെ ഭഗവാനെ ആ അഴകെന്ന് പറയുന്നത് ആനന്ദമേകുന്ന സ്വരൂപത്തോടു കൂടിയവനും സദാ പുഞ്ചിരി പൊഴിക്കുന്ന ആ വദന അരവിന്ദത്തോടു കൂടിയവനും മുഖമാകുന്ന താമരയോട് കൂടിയവനും 4 കൈകൾ, കിരീടം, കുണ്ടലം, പീതവസ്ത്രം മുതലായ അണിഞ്ഞവനും വക്ഷപ്രദേശത്ത് നിജത്തെ എന്തുണ്ട്? ശോഭിക്കുന്ന ലക്ഷ്മി ദേവിയോട് കൂടിയവനും ആ സാഖ്യശാസ്ത്രത്തിലെ 4, 16, 5 എന്നീ ശക്തികളാൽ ശോഭിക്കുന്നവനും നിത്യാനന്ദ സ്വരൂപനാണ്. വിശിഷ്ട ആസനസ്ഥിതനും വിഭുവും എല്ലാ ഐശ്വര്യാദികളും പൂർണ്ണനുമായ സാക്ഷാൽ ഭഗവാൻ നാരായണനെ ദർശിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ആ സാഖ്യത്തിലെ പ്രകൃതി, പുരുഷൻ, മഹത്വത്വം, അഹങ്കാരം ഇവയും പഞ്ചമഹാഭൂതങ്ങൾ, 10 ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിവയും പഞ്ചതന്മാത്രകൾ എന്നിവയുമാണ് യഥാക്രമം 4, 16, 5 എന്നീ ശക്തികളെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഭഗവാനെ ഇങ്ങനെ ഇത്രയും മനോഹരമായിട്ട്, ഇത്രയും അതിശയകരമായിട്ട് ദർശിച്ചപ്പോൾ ബ്രഹ്മാവ് ആനന്ദം കൊണ്ട് പുളകിതനായി ആ കണ്ണ് നിറഞ്ഞ ചതുർമുഖൻ ആ പരമഹംസന്മാർ എപ്പോഴും പ്രാപിച്ചിരിക്കുന്ന ഭഗവാന്റെ തൃപ്പാദങ്ങളെ നമസ്കരിച്ചു. സന്തുഷ്ടനായ ഭഗവാൻ പ്രജാസൃഷ്ടിയിൽ തൻ്റെ ആജ്ഞാനുവർത്തിയാകാനായിട്ട് അർഹനായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ കൈകളിൽ പിടിച്ച പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ പറഞ്ഞു ഭഗവാൻ: ത്വയാഹം തോഷിത സമ്യക് വേദഗർഭസ്സി സൃക്ഷയാ ചിരം ഭ്രദേന തപസാ ദുസ്തോഷക്കൂട്ടയോഗിനാം വരം വരയ ഭദ്രം ദേ വരേശം മാഭിവാഞ്ചിതം ബ്രഹ്മൻ ശ്രേയ പരിശ്രാമ പുംസോ മദ്ദർശനാവധി. ഭഗവാൻ പറയുകയാണ്, അല്ലയോ വേദഗർഭനായവനെ, ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നാണ് വേദങ്ങൾ ഉദ്ഭവിച്ചത് അല്ലേ, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അങ്ങ് സൃഷ്ടി നടത്താനുള്ള ആഗ്രഹം കൊണ്ട് വളരെയധികം കാലം എന്നെ തപസ് ചെയ്തിരിക്കുകയാണ്. അതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. കപടമായ യോഗികൾക്ക് ഇത്രയധികം കാലം കഠിനമായ തപസ്സൊന്നും അനുഷ്ഠിക്കാൻ പറ്റില്ല. അവിടത്തേക്ക് നല്ലത് വരട്ടെ, ഇഷ്ടമുള്ള വരം ചോദിച്ചുകൊള്ളൂ എന്ന് പറയുകയാണ്. ഒരാൾ അങ്ങനെ ശ്രേയസ്സിന് വേണ്ടി, നമുക്ക് പ്രേയസ് എന്ന് പറഞ്ഞാൽ ഈ ബാഹ്യമായ ലോകത്ത് കിട്ടുന്ന ഐശ്വര്യങ്ങൾ, പ്രേയസ് എന്ന് പറഞ്ഞാൽ സാധകമായിട്ടുള്ളതാണ്. അപ്പോൾ ആ ശ്രേയസ്സിനുള്ള പ്രയത്നത്തിൻ്റെ പര്യവസാനമാണ് ഭഗവാനെ ദർശിക്കാൻ സാധിക്കുന്നത്. എൻ്റെ ഉപദേശത്തെ രഹസ്യമായി ശ്രവിച്ചതുകൊണ്ടാണല്ലോ ബ്രഹ്മാവേ അങ്ങ് ഭവാൻ എന്നെ തപസ് ചെയ്തത്. അതിൻ്റെ ഫലമായാണ് ഭവാനെ എൻ്റെ ലോകം ദർശിക്കാൻ സാധിച്ചതെന്ന് ഭഗവാൻ പറയുകയാണ്. അപ്പം ആരാണെന്ന് എന്നെ തപ എന്ന് പറഞ്ഞത് ബ്രഹ്മാവ് നോക്കിയിരുന്നല്ലോ. അപ്പം ഭവാൻ ഇതികർത്തവ്യത മൂഢനായി ഇരിക്കുമ്പോൾ, എന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കുമ്പോൾ തപസ് അനുഷ്ഠിക്കാൻ നിർദ്ദേശിച്ചത് ഞാൻ തന്നെയാണ്. തപസ്സിൻ്റെ ഹൃദയമാകുന്നു, തപസ്സിൻ്റെ ആത്മാവും ഞാൻ തന്നെയാണ്. ഈ വിശ്വം തപസ്സിനാൽ നിർമ്മിതമാണ്, ജാതമാണ്. അതിനെ സംരക്ഷിക്കുന്നതും സംഹരിക്കുന്നതും തപസ് തന്നെയാണ്. തപസ് നമ്മുടെ വീര്യവും അനുഷ്ഠിക്കാൻ പ്രയാസമുള്ളതുമാണ് എന്ന് ഭഗവാൻ അവിടെ പറഞ്ഞു. തുടർന്ന് ബ്രഹ്മാവ് പറയുകയാണ്, ഭഗവൻ സർവഭൂതാനാം അധ്യക്ഷോ അവസ്ഥിതോ ഗുഹാം വേദ ഹ്യപ്രതിരുദ്ധേന പ്രജ്ഞാനേന ചികീർഷിതം തഥാഭിനാഥമാനസ്യ നാഥ നാഥയനാഥിതം പരാവരേ യഥാരൂപേ ജാനീയാം തേ ത്വരൂപിണാം. ബ്രഹ്മാവ് പറയുകയാണ്, അവിടുന്ന് ഭഗവാനെ സകല ജീവികളുടെയും, എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ എന്ത് ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? അധ്യക്ഷഭാവത്തിൽ. ആ പരിശുദ്ധമായ പ്രജ്ഞ കൊണ്ട് എല്ലാം സർവവും അറിയുന്നവനുമാണ്. അവിടുത്തെ ആ സ്ഥൂലവും സൂക്ഷ്മവുമായ രൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം, അറിവ് എനിക്ക് പ്രദാനം ചെയ്യണമേ, നൽകണമേ. അവിടുന്ന് ആത്മമായയാൽ വ്യത്യസ്ത ശക്തികളോടുകൂടിയ, നാനാശക്തികളോടുകൂടിയ ഈ വിശ്വമാകെ സൃജിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു. സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിക്കുന്നു. ഊർണനാഭി യഥോർണനാഭി സൃജ്യത എന്നാണ്. ഒരു 8 കാലി എപ്രകാരമാണോ തന്നിൽ നിന്ന് തന്നെ നൂലുണ്ടാക്കുന്നത്, അതുപോലെ വ്യർത്ഥമാകാതെ പോകുന്ന ആ സങ്കല്പത്തോടു കൂടി അവിടുന്നും തന്നിൽ നിന്ന് തന്നെയാണ് ഈ ജഗത്ത് മുഴുവൻ സൃജിക്കുകയും തന്നിൽ തന്നെ നിലനിർത്തുകയും തന്നിൽ തന്നെ വിലയം പ്രാപിപ്പിക്കുകയും ചെയ്യുന്നത്. ഇതെല്ലാം അവിടുന്ന് വെറും ക്രീഡ പോലെ മാത്രമേ കണക്കാക്കുന്നുള്ളൂ. ഇത് കളിയാണ്.
ഇത് എപ്രകാരമാണ് അവിടുന്ന് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള ജ്ഞാനം എനിക്ക് ഉപദേശിച്ച് തരണമേ. അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് യാതൊരു മടിയും കൂടാതെ ഞാൻ പ്രജാസൃഷ്ടി നടത്താം. കൂടാതെ ഒരിക്കലും അഹങ്കാരത്തിന് അടിമപ്പെട്ടു പോകാതിരിക്കുന്നതിനും അവിടുത്തെ അനുഗ്രഹം ഈ ഉള്ളവനിൽ ഉണ്ടായിരിക്കണമേ എന്ന് പറയുകയാണ്. വീണ്ടും തുറന്ന് പറയുന്നു, അങ്ങക്ക യാവത് സഖാ സഖ്യുരിവേശത്തെ കൃതഃ പ്രജാവിസർഗേ വിഭജാമി ഭോജനം അവിക്ലവസ്തേ പരികർമ്മണി സ്ഥിതോ മാമേ സമുന്നദ്ധമതോ അജമാനിന. കരുണാമയനാണ് അങ്ങ്. ജഗദീശ്വരനുമായ അവിടുന്ന് ഒരു സഖാവ്, ഒരു സുഹൃത്ത്, ആ ഒരു ആത്മമിത്രത്തെ എന്ന പോലെ എന്നെ, വെറും സുഹൃത്തല്ല ആത്മമിത്രത്തെ എന്ന പോലെ എന്നെ സ്വീകരിച്ചു. അവിടുത്തെ അനുഗ്രഹം കൊണ്ട് പ്രജാസൃഷ്ടി നടത്തുന്ന എനിക്കൊരിക്കലും അജനാണ് എന്നുള്ള അഹങ്കാരം ഉണ്ടാവരുതേ എന്ന് പറയുന്നു. എന്നിട്ട് ഇനിയാണ് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഭാഗം ഇവിടെ ദ്വിതീയ സ്കന്ധത്തിൽ ആ 9-ാം അധ്യായത്തിൽ 9-ാമോധ്യായ അവിടെ ചതുശ്ലോകി ഭാഗവതം ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിക്കുകയാണ്. ചതുശ്ലോകി എന്ന് പറഞ്ഞ 4 ശ്ലോകങ്ങളാണ്. ഇവിടെ 32 മുതൽ 35 ഉൾപ്പെടെയുള്ള 4 ശ്ലോകങ്ങളാണ് ചതുശ്ലോകി ഭാഗവതം എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നത്. ആദ്യം അതിന് മുന്നോടിയായിട്ട് ഭഗവാൻ പറയുകയാണ്, ജ്ഞാനം പരമഗുഹ്യം മേ യത് വിജ്ഞാന സമന്വിതം സരഹസ്യം തദംഗം ച ഗൃഹാണ ഗതിതം മയാ യാവാനഹം യഥാഭാവോ യദ്രൂപഗുണകർമ്മഗഃ തഥൈവ തത്വവിജ്ഞാനമസ്തു തേ മദനുഗ്രഹാത്. അത്യന്തം രഹസ്യം നിറഞ്ഞതും എന്നെ സംബന്ധിച്ചതും ആ വിജ്ഞാനസഹിതമായി ഭവാൻ കേട്ടാലും. ജ്ഞാനവും ഉണ്ട്, വിജ്ഞാനമുണ്ട്. ജ്ഞാനം നമ്മളെ അറിവാണ്, നമ്മൾ വിവിധ രീതിയിൽ ഗുരു ഉപദേശിക്കുന്നതോ പുസ്തകങ്ങൾ വഴിയോ ഒക്കെയുള്ള അറിവാണ്. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ വിശേഷേണയുള്ളതാണ്, അതായത് നമ്മൾ സ്വയം അനുഭവിച്ച് അറിയുകയാണ്. എൻ്റെ ആ സ്വരൂപം, മഹത്വം, ഗുണകർമ്മങ്ങൾ, സ്വഭാവം മുതലായവയെക്കുറിച്ചുള്ള തത്വവിജ്ഞാനം എൻ്റെ അനുഗ്രഹത്താൽ ഭവാൻ ഉണ്ടാകട്ടെ. ഭഗവാൻ പറയുകയാണ് ബ്രഹ്മാവിന് അങ്ങനെ ഉണ്ടാകട്ടെ. അപ്പോൾ ഇനി വരുന്ന 4 ശ്ലോകമാണ് ആ ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിച്ച ചതുശ്ലോകി ഭാഗവതം. ഇതിൽ 1-ാമത്തെ ശ്ലോകം അഥവാ 32-ാമത്തെ ശ്ലോകം, അഹമേവാസമേവാഗ്രേ നാന്യത് യത് സദസത്പരം പശ്ചാദഹം യതേതച്ച യോ അവശിഷ്യേത സോസ്മ്യഹം. എന്താണ് ഇവിടെ ആ ഭാഗവതത്തിൻ്റെ മൂലമായിരിക്കുന്നത് എന്താണെന്ന് പറയുകയാണ്. അഹമേവാസമേവാഗ്രേ, തുടക്കത്തിൽ ഞാൻ മാത്രമേ ആദ്യം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാന്യത് യത് സദസത്പരം, ആ സ്ഥൂല സത്ത് അസത്ത് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ കാര്യകാരണ രൂപത്തിലോ സ്ഥൂല സൂക്ഷ്മ രൂപത്തിലോ വേറെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനുപരിയായിട്ടുള്ള ഒന്നും തന്നെയോ എന്നിൽ നിന്ന് അന്യമല്ല, ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ വിശ്വവും ഞാൻ തന്നെയാകുന്നു. പശ്ചാത് അഹം, വിശ്വത്തിന് മുമ്പ്, സൃഷ്ടിക്ക് മുമ്പും ഞാൻ, വിശ്വസൃഷ്ടി ഉള്ളപ്പോഴും എല്ലാം ഞാൻ തന്നെയാണ്. അതിന് ശേഷവും ഞാൻ മാത്രമേ. പ്രളയത്തിന് ശേഷം അവശേഷിച്ചാലും പ്രകർഷേണയുള്ള ലയമാണ് പ്രളയം, അപ്പോഴും ഭഗവാൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്നത്, നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും എന്നാണ്. ഭഗവാൻ തന്നെയാണ് എല്ലാം എന്ന് പറയണം. അപ്പം ഭഗവാൻ എന്താണെന്നാണ് ആ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു വെച്ചത്. ഇനി ഇതിൽ അടുത്തത് മായ എന്താണെന്ന് ഭഗവാൻ പറയുകയാണ് 2-ാമത്തെ ശ്ലോകത്തിൽ, അതായത് 33-ാമത്തെ ശ്ലോകത്തിൽ. ഹൃദേ അർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി യദ്വിദ്യാദാത്മനോ മായാം യഥാ ഭാസോ യഥാ തമാ. അപ്പം മായ, ആ പരമമായ ഭഗവാൻ എന്താണോ ഉള്ളത് അതിനെ മറിച്ച് ഇല്ലാത്ത ആ ഒരു ജഗത്തിനെ മുന്നിലേക്ക് കാണിച്ചു തരും. അപ്പോൾ അത് സത്യമാണെന്ന് നമുക്ക് തോന്നും. നമുക്ക് ആ യഥാർത്ഥത്തിലുള്ളത് മിഥ്യയാണെന്ന് നമുക്ക് തോന്നും. ആത്മചൈതന്യം നമുക്ക് നിത്യമാണ്, സത്യമാണെന്ന് നമുക്ക് മനസ്സിലാകില്ല. അതാണ് ഭഗവാന്റെ മായ എന്ന് പറയുന്നത്. ഇവിടെ മിഥ്യാപ്രപഞ്ചം, മിഥ്യ എന്ന് പറഞ്ഞാൽ ഉള്ളതുപോലെ തോന്നിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ മിറാഷ്, മരുഭൂമി പോലെ ഉള്ള പ്രതിഫലനമാണ് നമുക്ക് ജഗത്തായിട്ട് തോന്നുന്നത്. അപ്പം മായയാണ് 2-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം മിഥ്യാപ്രപഞ്ചം സത്യമായിട്ടും
ആ ആത്മചൈതന്യം അങ്ങനെ അല്ലാതെയും തോന്നുന്നത് അതുകൊണ്ടാണെന്ന് ഭഗവാൻ പറഞ്ഞു വച്ചു. ഇനി പറയുകയാണ്, യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ചാവജേഷ്വനു പ്രവിഷ്ടാനി അപ്രവിഷ്ടാനി തഥാ തേഷു ന തേഷു അഹം. അപ്പം ഈ സ്ഥൂലവും സൂക്ഷ്മങ്ങളുമായ ഭൂതങ്ങളിൽ പ്രവേശിച്ചവയാണെങ്കിലും എപ്രകാരമാണോ ഭൂതങ്ങൾ പ്രവേശിക്കാത്തത്, അതുപോലെ ഞാൻ സകല ചരാചരങ്ങളിലും പ്രവേശിച്ചവനാണെങ്കിലും അങ്ങനെയല്ല എന്ന് പറയാമെന്ന് പറഞ്ഞിരിക്കുന്നു. പ്രവിഷ്ടാനി അപ്രവിഷ്ടാനി. അപ്പം എല്ലാ ജീവജാലങ്ങളുടെയും അന്തർയാമിയായിട്ടിരിക്കുന്നത് ഭഗവാനാണ്. എന്നാൽ അത് മാത്രമാണോ? അല്ല, ഉള്ളിലും പുറത്തും നിറഞ്ഞിരിക്കുന്നത് മുഴുവനും ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ജഗത്തിനെ പറ്റി, നാമരൂപങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മുടെ വേറൊരു വാക്യത്തിൽ പറയുന്നുണ്ട്, മൃത്തിക ഏവ സത്യം തത്വമസി ശേതോ കേതോ എന്ന് ഉപനിഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും അവിടെ നമ്മൾ ഉദാഹരണമാണ് അത്. ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ മൺപാത്രങ്ങൾ, മൺപാത്രങ്ങൾ, മണ്ണ് തന്നെ മൺപാത്രങ്ങളായിട്ട് മാറുമ്പോൾ കലം, ചട്ടി, ഗ്ലാസ് അങ്ങനെയുള്ള വിവിധ പാത്രങ്ങളായിട്ട് മാറും. നാമരൂപങ്ങളോട് കൂടിയവയാകും. അവ നശിച്ചാലോ വീണ്ടും മണ്ണ് തന്നെയാവും. അപ്പോൾ യഥാർത്ഥത്തിൽ മണ്ണ് മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പോൾ അതുപോലെ ആ ഒരു സത്യമായിട്ടുള്ള വസ്തു എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും. എല്ലായിടത്തും നിറയുന്നത് ഭഗവാൻ മാത്രമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജായതേ ഗച്ഛതി തിഷ്ഠതി ഇതി ജഗത്ത് എന്നാണ്. ജായതേ തിഷ്ഠതി ഗച്ഛതി ഇതി ജഗത്ത്. ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതാണ് ജഗത്തെന്ന് നമ്മൾ പറയുന്നത്. അവിടെയും ശരിക്കും ഭഗവത് തത്വം മാത്രമേ ഉള്ളൂ, അറിയുന്നവർക്ക് അറിയാം. ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന അന്വയ വ്യതിരേകാഭ്യാം യത് സ്യാത് സർവത്ര സർവദാ. 4-ാമത്തെ ശ്ലോകം അഥവാ 35-ാമത്തെ ശ്ലോകം എന്താണ് പറയുന്നത്? ശരിക്കും ആത്മതത്വത്തെക്കുറിച്ച് അറിയുമ്പോൾ 2 കാര്യങ്ങൾ അറിഞ്ഞാൽ മതി, അന്വയവും വ്യതിരേകവും. അന്വയം എന്ന് പറഞ്ഞാൽ കൂടിച്ചേർക്കുക, വ്യതിരേകം വേർതിരിക്കുക. അപ്പം അന്വയം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്തറിയുക, എല്ലാം ഭഗവാൻ തന്നെയാണ്, ഭഗവാനേ ഉള്ളൂ, ഒറ്റ തത്വത്തെ അറിയുക. ഇതെല്ലാം വിട്ടിട്ട് ഉള്ളിലേക്ക് പിൻവലിഞ്ഞ് ഇന്ദ്രിയങ്ങളെല്ലാം അടച്ചിട്ട് നോക്കുമ്പോൾ ആ ഭഗവത് തത്വം നമ്മൾ തന്നെ, നമ്മുടെ സ്വരൂപമായിരിക്കുന്ന തത്വത്തെ അറിയുക. വ്യതിരേകം ഓരോന്നായിട്ട് നാമരൂപങ്ങൾ എടുത്ത് നോക്കിയാലും അത് ഭഗവത് തത്വം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ചതുശ്ലോകി ഭാഗവതം. ഭാഗവതത്തിൻ്റെ മൂലമന്ത്രമാണ് ഇത്, ചതുശ്ലോകി ഭാഗവതം. എന്നിട്ട് വിഷ്ണു ഭഗവാൻ തുടർന്ന് പറയുകയാണ്, ബ്രഹ്മദേവ, അവിടുന്ന് ആ വളരെ ശ്രേഷ്ഠമായ സമാധിയിലൂടെ ഈ തത്വത്തെ നടപ്പിലാക്കണം. അങ്ങയ്ക്ക് സൃഷ്ടി വിഷയത്തിൽ ഓരോ കൽപ്പത്തിലും ഒരു മോഹവും ഉണ്ടാവില്ല. നമ്മൾ പഠിച്ചിട്ടില്ലേ ഹരിനാമകീർത്തനത്തിൽ, ഈ വന്ന മോഹമകലെ പോവതിന്. മലയാളത്തിലുള്ള മോഹത്തെക്കാളും കുറച്ചും കൂടെ വലിയ അർത്ഥം അവിടെയുണ്ട്. ഇനി ശ്രീശുകൻ പറയുകയാണ്, അപ്പം നിത്യനായ ആ ഭഗവാൻ പ്രജാപതിയായ ബ്രഹ്മാവിന് ഉപദേശം നൽകിയിട്ട് ആ സ്വന്തം രൂപത്തെ അങ്ങ് മറച്ചു കളഞ്ഞു. അപ്പം ബ്രഹ്മാവ് ഭഗവാൻ പറഞ്ഞിടത്തേക്ക് നോക്കി കൈകൂപ്പി. അനന്തരം അദ്ദേഹം പൂർവ്വകാലത്തെ പോലെ മറന്നുപോയതാണ്, ജീവജാലങ്ങളെ സൃഷ്ടിച്ചു. എന്നിട്ട് താൻ സൃഷ്ടിച്ച പ്രജകളുടെ ക്ഷേമത്തിനായിക്കൊണ്ട് യമനിയമാദികളെ അനുഷ്ഠിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ആ സമയത്താണ് അനുസരണശീല ഉള്ളവനും ഭാഗവത ഉത്തമനുമായ നാരദൻ വിഷ്ണുമായയെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം നിമിത്തം പിതാവിനെ ബ്രഹ്മാവിനെ ശുശ്രൂഷിച്ച് വളരെയധികം സന്തോഷിപ്പിച്ചിട്ട് ചോദിച്ചു. പറയാണ്, രാജാവേ, അവിടുന്ന് എന്നോട് ചോദിച്ച, ശുഖബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിനോട് പറയുകയാണ്, അവിടുന്ന് എന്നോട് ചോദിച്ച കാര്യങ്ങൾ തന്നെയാണ് നാരദൻ സ്വപിതാവായ ബ്രഹ്മാവിനോടും ചോദിച്ചത്. സന്തുഷ്ടനായ ബ്രഹ്മദേവൻ ഭഗവാൻ തന്നെ തനിക്ക് ഉപദേശിച്ചതും 10 ലക്ഷണങ്ങളോട് കൂടിയതും ഭാഗവതം എന്ന പേരോട് കൂടിയതുമായ ഈ പുരാണത്തെ ആർക്കുപദേശിച്ചു? തസ്മായിദം ഭാഗവതം പുരാണം ദശലക്ഷണം പ്രോക്തം ഭഗവതാ പ്രാഹ പ്രീതപുത്രായ ഭൂതകൃത്. നാരദ മഹർഷിക്ക് ഉപദേശിച്ചു. എന്നിട്ട് ഈ പുരാണം തന്നെയാണ് നാരദമുനി ആർക്ക് ഉപദേശിച്ചത്? എൻ്റെ പിതാവിന്, അതായത് ശുഖബ്രഹ്മർഷിയുടെ പിതാവാരാണ്? വ്യാസമഹർഷിക്ക്. ആ നല്ല പരബ്രഹ്മധ്യാനത്തിലേക്ക് മുഴുകിയിരുന്ന ആളിന് വ്യാസമഹർഷിക്ക് ഉപദേശിച്ചു. അപ്പോൾ വിരാട് പുരുഷനിൽ നിന്ന് എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായതെന്ന് അവിടുന്ന് ചോദിച്ചു. അതും മറ്റ് സംശയങ്ങളും പരിഹരിക്കാനായി ഇനി ഭാഗവതം എന്ന പുരാണത്തെ ആഖ്യാനം ചെയ്യാമെന്ന് പറഞ്ഞ് ഈ ഒരു അധ്യായത്തെ സമർപ്പിക്കുന്നു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വിതീയ സ്കന്ധേ 9-ാധ്യായ. നമ്മളും ഈ പറഞ്ഞതെല്ലാം ഭഗവാന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഹരി.